കർത്താവിനെ ക്യാമ്പസ് മിനിസ്ട്രിയിൽ പരിശീലിപ്പിച്ചത് വെറും ഒരു കൃഷിക്കാരൻ മാത്രമായിട്ടോ വെറും ഒരു കച്ചവടക്കാരൻ ഒരു ബിസിനസ്സുകാരനായി മാത്രമായിട്ട് ജീവിക്കാനായിട്ടല്ല, ഒരു മിഷണറി ആയിട്ട് ജീവിക്കാനായിട്ടും കൂടിയാണ് കർത്താവ് എന്നെ ക്യാമ്പസ് മിനിസ്ട്രിയിൽ എന്നെ ട്രെയിൻ ചെയ്തതെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, മുഴുവൻ കടങ്ങളും വീടാതെ ഞങ്ങൾ ഒരിക്കലും മിഷന് പോവില്ല കർത്താവേ എന്ന് പറഞ്ഞിരുന്നു. ഈ 40 ലക്ഷത്തിന് മേളിൽ വരുന്ന എമൗണ്ട് കടം വീടാതെ ഞങ്ങൾ പോവില്ല ഇവിടുന്ന്. ഏകദേശം ഒരു വർഷത്തിനുള്ള സംഭവിക്കണം. അസംഭവമായ കാര്യം. കാരണം കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് വലിയ വലിയ കാറ് വാങ്ങിക്കുക. 3 ആൺകുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി സ്ഥലങ്ങൾ വാങ്ങിക്കുക, വീടുകൾ വെക്കുക. എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി കടന്നു പോവുക അല്ല എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, മനോജ് എന്ത് ഉദ്ദേശത്തോടെയാണ് പോകുന്നത്? ഈ ബിസിനസ് 6 മാസത്തിൽ കൂടുതൽ ഓടുമോ ഇവിടെ? മനോജ് ഉണ്ടായിട്ട് ബിസിനസ് ഇങ്ങനെ ഓടുന്നത്, മനോജ് ഇല്ലാതെ ഈ ബിസിനസ് എങ്ങനെ ഓടും എന്ന് എന്നോട് പലരും ചോദിച്ചു. വെളിച്ചമാകുന്നവർ. ഇവിടുത്തെ വികാരി അച്ഛൻ അനൗൺസ് ചെയ്യാണ്, നൗ ഫിലാനോ വാണ്ട് ടു ഷെയർ യു സംതിങ് എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടിത്തിരിച്ചു പോയി. കാരണം ഫിലാനെ ഞാൻ ഷെയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടില്ല. 4 വയസ്സേ ഉള്ളൂ. അവന് LKG UKG പഠിച്ചിട്ടില്ല. കാരണം അന്ന് കോവിഡായിരുന്നു, ലോക്ക്ഡൗൺ ആയിരുന്നു, LKG UKG പോയിട്ടില്ല അവന്. അപ്പം അവന് ഒന്നും പറയാനൊന്നും അറിയത്തില്ല, കൃത്യമായി സ്ഫുടമായിട്ട് സംസാരിക്കാൻ പോലും അറിയത്തില്ല. ഇവനെന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കും, നമുക്ക് നാണക്കേടാവും എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ ഉഷസിനെ അടുത്തുണ്ട്, ഉഷസിൻ്റെ കയ്യെ പിടിച്ച് ഞെക്കി. അപ്പോൾ ഉഷസും ടെൻഷൻ അടിച്ചിരിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ മൈക്ക് ഈ ഫിലാൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഫിലാൻ മൈക്രോഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഗോഡ് ബ്ലെസ് യു ഓൾ എന്ന് പറഞ്ഞു. അവൻ്റെ ആ ഒരു ഗോഡ് ബ്ലെസ് യു പറച്ചിലോടുകൂടി അവിടെ കൂടിയിരുന്ന എല്ലാ ആൾക്കാർക്കും കർത്താവിനെ കൂടുതൽ അനുഭവിക്കാനായിട്ട് പറ്റി. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇവർ ഈ 4 കുട്ടികളുടെ ഈ ഷെയറിങ് അവരെ കാര്യമായിട്ട് സ്വാധീനിച്ചു. അതിന് ശേഷം വന്ന ദിവസങ്ങളിലൊക്കെ അത് ഞങ്ങൾക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ കേരളത്തിലേക്കുള്ള യാത്രയിൽ കുട്ടികൾ പറയുന്ന ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ, അപ്പം ഇനി ഇടയ്ക്ക് പോകണം, നമുക്കിനി ഇടയ്ക്ക് ഇങ്ങനത്തെ മിഷൻ യാത്രകൾ പോകണം. അപ്പം ഞാനും ഉഷസും മനസ്സ് വിചാരിച്ചു, ഇവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനത്തെ ഒരു ട്രിപ്പ് നല്ല രസമാണല്ലോ, ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോകുന്നതും യാത്രകൾ ചെയ്യുന്നതും ഒക്കെ രസമാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇവരിത് പറയുന്നതെന്നൊക്കെയാണ് ആദ്യമേ ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ അത് കർത്താവ് അവരോട് സംസാരിച്ചതായിരുന്നു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. കാരണം ഞങ്ങളിലും ആ ഒരു ചിന്ത പടരാൻ തുടങ്ങി, ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒരുങ്ങാൻ തുടങ്ങി. ഇപ്പോൾ കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോ പറയുന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു 1 മന്ത് മിഷൻ അവസാനിപ്പിച്ചത്. ജീസസ് യൂത്ത് ലീഡേഴ്സിനോട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു ഡിസൈൻമെൻറ്റ് റിട്രീറ്റ് ഫാദർ ബിറ്റാജു എന്ന് പറയുന്ന ജീസസ് യൂത്തിൻ്റെ ചാപ്പലിനൊക്കെ ആയിട്ടുള്ള അച്ഛനുമായിട്ട് ഫിക്സ് ചെയ്തു. ഞാനും ഉഷസും കൂടെ അങ്ങനെ തൃശ്ശൂരിലെ അച്ഛൻ്റെ സെൻറ്ററിൽ അച്ഛൻ്റെ ഒരു ഹൗസിൽ പോയി ഒരുമിച്ച് താമസിച്ച് അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിനെ ക്യാമ്പസ് മിനിസ്ട്രിയിൽ പരിശീലിപ്പിച്ചത് വെറും ഒരു കൃഷിക്കാരൻ മാത്രമായിട്ടോ വെറും ഒരു കച്ചവടക്കാരൻ ഒരു ബിസിനസ്സുകാരനായി മാത്രമായിട്ട് ജീവിക്കാനായിട്ടല്ല, ഒരു മിഷണറി ആയിട്ട് ജീവിക്കാനായിട്ടും കൂടിയാണ് കർത്താവ് എന്നെ ക്യാമ്പസ് മിനിസ്ട്രിയിൽ എന്നെ ട്രെയിൻ ചെയ്തതെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. മാത്രമല്ല ഒരു വേൾഡ്ലി ഇൻക്ലിനേഷൻ, വലിയ വലിയ കാറ് വാങ്ങിക്കുക, 3 ആൺകുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി സ്ഥലങ്ങൾ വാങ്ങിക്കുക, വീടുകൾ വെക്കുക. എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി കടന്നു പോവുക അല്ല എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഉള്ളിൽ വളരെ രൂഢമായിട്ടുള്ളൊരു വേർഡ് ഓഫ് ഗോഡ് ആയിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ സാമ്പത്തിക അടിത്തറ മുഴുവൻ തകർന്ന് മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ പോകുമെന്ന് അറിയത്തില്ലാതെ ഏകദേശം ഒരു 40 ലക്ഷത്തിന് മുകളിൽ കടമൊക്കെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു 1 മന്ത് മിഷനായിട്ട് പോയതൊക്കെ. അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ടു. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, മുഴുവൻ കടങ്ങളും വീടാതെ ഞങ്ങൾ ഒരിക്കലും മിഷന് പോവില്ല കർത്താവേ എന്ന് പറഞ്ഞിരുന്നു. ഈ 40 ലക്ഷത്തിന് മുകളിൽ വരുന്ന എമൗണ്ട് കടം വീടാതെ ഞങ്ങൾ പോവില്ല ഇവിടുന്ന്. ഏകദേശം ഒരു വർഷത്തിനുള്ള സംഭവിക്കണം. അസംഭവമായ കാര്യം. കാരണം കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വെക്കുന്നത്. എൻ്റെ ബുദ്ധിയിൽ, മാനുഷികമായ ബുദ്ധിയിൽ അത് നടക്കാത്തൊരു കാര്യമായിരുന്നു. 2022 3200ഓളം കിലോ കായ ഞങ്ങളുടെ തോട്ടത്തിൽ വിളഞ്ഞു. അതെൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പം ഞാൻ കർത്താവിനോട് പറയായിരുന്നു, എൻ്റെ തോട്ടം ഇങ്ങനെ ഒന്ന് കായ്ച്ച് കാണണമെന്ന്.
അത് സംഭവിച്ചു. ആ ഒരു 3 ടണ്ണിന് മേളിൽ വരുന്ന കാ വന്നപ്പോഴത്തേക്ക് ഭൂരിഭാഗം കടവും സെറ്റിൽ ചെയ്യാനുള്ള ഒരു എമൗണ്ട് കയ്യിലേക്ക് വന്നു. ഞങ്ങളുടെ തോട്ടം ലീസിന് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരുന്നത്. കൊടുത്തപ്പോൾ കിട്ടിയ ഫണ്ടും എല്ലാം വെച്ച് ഞങ്ങളുടെ കടങ്ങളെല്ലാം ഞങ്ങൾ സെറ്റിൽ ചെയ്തു. ഒരു 3 വർഷത്തേക്കുള്ള മിഷൻ ഫിക്സ് ചെയ്ത് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു ആവശ്യപ്രകാരം അവിടെ ഒരു മിഷൻ ഹൗസ് തുടങ്ങുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ മാംഗ്ലൂരിലേക്ക് താമസിക്കുന്നത്. നാട്ടിലെ ബിസിനസ് ഹോൾസെയിൽ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് റീറ്റെയിലായിട്ട് മാറ്റി ഒരു ഷോപ്പായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ച് ആയിട്ടാണ് ഞങ്ങൾ മിഷന് പോകുന്നത്. എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, മനോജ് എന്ത് ഉദ്ദേശത്തോടെയാണ് പോകുന്നത്? ഈ ബിസിനസ് 6 മാസത്തിൽ കൂടുതൽ ഓടുമോ ഇവിടെ? മനോജ് ഉണ്ടായിട്ട് ബിസിനസ് ഇങ്ങനെ ഓടുന്നത്, മനോജ് ഇല്ലാതെ ഈ ബിസിനസ് എങ്ങനെ ഓടും എന്ന് എന്നോട് പലരും ചോദിച്ചു. സംഭവിച്ചത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. എൻ്റെ ബിസിനസ് 2022 വരെ ഞാൻ പാർട്ട്ണർഷിപ്പായിട്ടും ഒറ്റയ്ക്കും ഒക്കെ നടത്തിയിട്ടും ഒരിക്കലും 67 ലക്ഷത്തിന് മേളിലേക്ക് ഒരിക്കലും ബിസിനസ് പോയിട്ടില്ല. മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് 67 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ മാറി ഒരു സ്റ്റാഫിനെ വെച്ച് ഞാൻ ബിസിനസ് ചെയ്തപ്പം കർത്താവ് എൻ്റെ പാർട്ട്ണറായപ്പം 1,39,00,000 രൂപയിലേക്ക് ഞാൻ അറിയാതെ ആ ബിസിനസ് എത്തി. കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. മാംഗ്ലൂരിലെത്തിയ സമയത്ത് വളരെ ഡിസ്കംഫർട്ടാണ് എനിക്ക് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നത്. അവിടെ ഞാൻ കർത്താവിൻ്റെ മുമ്പിലിരുന്നു. ഒരു 6-7 മാസത്തോളം ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് ആയില്ല. അപ്പം കർത്താവ് എന്നെ നയിക്കുന്നത് എനിക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റി. എന്നെ ഹമ്പിളാക്കുന്നത് എനിക്ക് പലപ്പോഴും കാണാൻ പറ്റി. ആ എളിമയിൽ മുമ്പോട്ട് പോയ സമയത്ത് കർത്താവ് പല പുതിയ കാര്യങ്ങളിലൂടെ എന്നെ കർത്താവ് കൊണ്ടുപോയി. ഞാൻ കല്യാണം കഴിച്ചത് ജീസസ് യൂത്തുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെയാണ്. ജീസസ് യൂത്ത് എന്ന് കേട്ടിട്ടുണ്ട്, എപ്പോഴും എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ജീസസ് യൂത്ത് ആളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ജീസസ് യൂത്തുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ +2 പഠിച്ചു കഴിഞ്ഞ് ഒരു സമയം ഞാൻ മെഡിക്കൽ കോളേജിൽ പോവാണ്. എൻ്റെ ഒരു ആൻറ്റി അവിടെ അഡ്മിറ്റായിട്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പുന്നു. എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ ഉള്ളവരോട് അന്വേഷിച്ചു, ഇതാരാ ഈ ഭക്ഷണം കൊടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അത് PU തോമസ് ചേട്ടനാണ് ഭക്ഷണം കൊടുക്കുന്നത്, ആളൊരു ജീസസ് യൂത്താന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജീസസ് യൂത്ത് എന്നൊരു കാര്യം കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ജീസസ് യൂത്തുകാരിങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരാണ്, അല്ലെ സോഷ്യൽ വർക്ക് കൂടുതലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് മമ്മി പറഞ്ഞു, മമ്മി ഞാൻ കല്യാണം കഴിക്കുവാണ്, ഞാനൊരു ജീസസ് യൂത്തിനെ കല്യാണം കഴിക്കും കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ അത് എന്താണെന്നോ അവർ ചെയ്യുന്നത് ഈ ഫുഡ് കൊടുക്കൽ മാത്രമാണ്, അങ്ങനെ ചിന്തിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. ഇത്തരത്തിലൊരാളെ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം. നമ്മളിൽ ഒരാളായി നമ്മെപ്പോലെ ജീവിക്കുന്നവർ, എന്നാൽ നമ്മിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തെ തേടി കണ്ടെത്തിയവർ. അങ്ങനെ ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫോൺ നമ്പർ 9447978235. വെളിച്ചമാകുന്ന